ഉറപ്പിച്ച് കെട്ടണമെന്നൊന്നും ഇല്ല രഘു. 2 ദിവസം അതവിടെ തൂങ്ങിക്കിടക്കണം, അത്രേ ഉള്ളൂ. പണ്ടത്തെ പോലേക്ക് ഇപ്പൊ ആരെങ്കിലും ചെയ്യാറുണ്ടോ ഭാനുമ്മ? അതും ഇത്ര നേരത്തെ? ഇപ്പൊ ആരും ചെയ്യാറുണ്ടാവില്ല. പക്ഷെ ഞാൻ പഴയ ആളല്ലേ രഘു. വിഷു തുടങ്ങുന്നതിന് മുൻപ് വീടിന്റെ ഉമ്മർത്ത് കൊന്നപ്പൂ തൂക്കുന്നത് ഐശ്വര്യമാണെന്നാ ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ വിഷു തുടങ്ങിയല്ലോ. അല്ല, കണി വെക്കാനുള്ളതൊക്കെ ഒരുക്കി കഴിഞ്ഞു? അതൊക്കെ ഒരുക്കണം സാറേ. പക്ഷേ ഇവിടെ ഞാൻ കണി വെച്ച് ഞാൻ തന്നെ കാണണം, വേറെ ആരും ഇല്ലല്ലോ. രഘു ഇന്നങ്ങ് പോവില്ലേ? പിന്നെ ഇവനില്ലാതെ പിന്നെ അവിടെ എന്ത് വിഷുവാ? ഇവൻ ഇന്ന് തന്നെ പോകും ഭാനുമേ. നാളെ പുലർച്ചെ പഞ്ചരത്നത്തിൽ കണി കണ്ടേ? അതെ, അത് തന്നെയാ വേണ്ടത്. ദാസാറേ, രഘുവിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടാ മാത്രം മതി. അതൊക്കെ ഞാൻ ഏറ്റു ഭാനുമേ. നീ വേഗം റെഡിയാവും, നമുക്ക് കമ്പനി പോണം. എന്തെങ്കിലും ഇത്ര രാവിലെ? ആ, ഞാൻ ചായ എടുക്കാം സാറേ. ആയിക്കോട്ടെ. രഘു, കമ്പനിയിലെ സ്റ്റാഫൊക്കെ ഉച്ചയോടുകൂടി ജോലി മതിയാക്കി പോവും. നാളെ വിഷു അല്ലേ? അതും നീ കമ്പനി തുടങ്ങിയ ശേഷമുള്ള ആദ്യത്തെ വിഷു. സ്റ്റാഫിന് വിഷുക്കേ നേട്ടവും ഗിഫ്റ്റും ഒക്കെ കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് വിടണം. അല്ല, ഓണത്തിനല്ലേ എങ്കിലേ നമ്മളിവിടെ സ്റ്റാഫിന് ആനുകൂല്യങ്ങളും ഗിഫ്റ്റൊക്കെ നൽകുന്നത്. എടാ, ഒരു ബിസിനസ് ആവുമ്പോ ഏത് ആഘോഷത്തിനും ജോലി ചെയ്യുന്നവരെ സന്തോഷിപ്പിച്ച് വിടണം. കുറെ നാളായിട്ട് അവർ ഓവർ ടൈം ഒക്കെ ചെയ്യുന്നുണ്ടാ നമുക്ക് വിഷുവിന്റെ ഓർഡർ മുഴുവൻ സപ്ലൈ ചെയ്യാൻ കഴിഞ്ഞത് അല്ലേ? നാളെയും ഇതുപോലൊരു സീസൺ വരുമ്പോ സ്റ്റാഫ് പൂർണ്ണ മനസ്സോടെ കൂടെ നിൽക്കണ്ടേ? ശരി, അങ്ങനെ കയറി ഇരുന്നോ, ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട്. അതെ, എന്തെങ്കിലും എടുക്കാണ്ടേ എടുത്തോ. ഇനി വിഷു കഴിഞ്ഞ് ഇങ്ങോട്ട് വരുള്ളൂ. ആങ്ങളെ ശരി. കുഞ്ഞമ്മേ, ഇതെന്താ ബാഗൊക്കെ കയ്യിലുണ്ടല്ലോ? ഹർഷ രവിയും കൂടി രവിയുടെ വീട്ടിൽ പോയിരിക്കുക. അവർക്ക് ഈ വിഷു രവിയുടെ വീട്ടിൽ ആഘോഷിക്കണമെന്നാ. അവര് തിരിച്ചു വരുമ്പോ വിളിക്കും. അതാ ഞാൻ ബാഗൊക്കെ ആയിട്ട് ഇറങ്ങിയത്. നാട്ടിലേക്ക് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് 2 ദിവസം സുധന്റെ വീട്ടിൽ നിൽക്കാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴി സുശീലയെയും ഇന്ദ്രനെയും നിങ്ങളെയൊക്കെ ഒന്ന് കാണാമെന്നും കരുതി. നല്ല സമയത്ത് തന്നെയാ കുഞ്ഞമ്മ വന്നത്. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? ഞാനെന്താ അങ്ങനെ പറഞ്ഞെന്ന് കുഞ്ഞമ്മയ്ക്ക് അറിയില്ലേ? കുഞ്ഞമ്മയുടെ മനസ്സിൽ ഇത്രയും വലിയൊരു രഹസ്യം ഉണ്ടായിരുന്നെങ്കിൽ അത് ഞങ്ങളോട് ആരോടെങ്കിലും ഒന്ന് സൂചിപ്പിക്കെങ്കിലും ചെയ്യായിരുന്നില്ലേ? അമ്മയ്ക്ക് ദേഷ്യം വന്നപ്പോ വായി തോന്നിയത് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു എന്ന് ഞങ്ങൾ എല്ലാവരും കരുതിയുള്ളൂ. പാവം ഇന്ദ്രേട്ടനും അങ്ങനെ തന്നെ വിശ്വസിച്ചേ. അവസാനം അമ്മയത് സമ്മതിച്ചു. എല്ലാം കലങ്ങി തെളിയുന്നൊരവസ്ഥയിലാ കുഞ്ഞമ്മ ഇങ്ങനെ പറഞ്ഞത്. അതെ, ഞാൻ പറയാൻ കരുതി വെച്ച രഹസ്യം അല്ലായിരുന്നു മോളെ. ആയിരുന്നെങ്കിൽ എനിക്കത് എന്നേ പറയാമായിരുന്നു. സുശീല ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ അവളത് വെളിപ്പെടുത്താൻ തന്നെ പറഞ്ഞാണെന്നാ ഞാൻ കരുതിയെ. പിന്നെ ഇപ്പൊ ഇതൊക്കെ എല്ലാരും അറിയണമെന്നായിരിക്കും ഈശ്വര നിശ്ചയം. അതൊക്കെ ആരും വിചാരിച്ചാൽ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ. എന്നാൽ ഇന്ദ്രേട്ടന്റെ അവസ്ഥയൊന്ന് ഓർക്കണം. ഇത് കേട്ടതോടെ ഇന്ദ്രേട്ടൻ ആകെ തകർന്നുപോയി. ഇന്ദ്രേട്ടന് ഏറ്റവും ഇഷ്ടം അമ്മയാണെന്നും അമ്മയ്ക്ക് വേണ്ടി ഇന്ദ്രേട്ടൻ എന്തും ചെയ്യുമെന്നും കുഞ്ഞുമയ്ക്ക് അറിയാവുന്നതല്ലേ? പെട്ടെന്നൊരു ദിവസം അമ്മ തന്റെ ആരുമല്ലെന്ന് അറിഞ്ഞ ഇന്ദ്രേട്ടൻ അത് എങ്ങനെ സഹിക്കും? അതെ, എനിക്ക് ഇന്ദ്രനോടൊന്ന് സംസാരിക്കണം. വാവിട്ടുപോയ വാക്കിനെ തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. സംഭവിച്ചു പോയി. ഇതിനാ മോളെ പണ്ടുള്ളവര് പറയുന്നേ, സത്യം എത്രയൊക്കെ കുഴിച്ചു മൂടിയാലും അതെങ്ങനെയെങ്കിലുമൊക്കെ പുറത്തു വരുമെന്ന്. ഇതിപ്പോ ഇങ്ങനെ എല്ലാരും അറിയാനായിരിക്കും വിധി.
ഞാനെന്നാ ഇന്ദ്രനെ ഒന്ന് കാണട്ടെ. ഇന്ദ്രേട്ടൻ ഇവിടെ ഇല്ല കുഞ്ഞമ്മേ. കടയിൽ പോയി. അനുവേട്ടത്തെയും വിച്ചുമോനും പഞ്ചരത്നത്തിലേക്ക് പോയി. അവർക്ക് വിഷു അവിടെയാണല്ലോ. അപ്പൊ ഇന്ദ്രൻ പോകുന്നില്ലേ? ഏട്ടൻ വൈകിട്ട് പോവും. ആ ശരി. സത്യനോ? സത്യേട്ടൻ പ്രതിഭയെ കൊണ്ടുവിടാൻ പോയിരിക്ക. ദേ അമ്മയെ എവിടെയോ പോവാൻ വേണ്ടി റെഡിയാവുക. കുളിക്കാൻ തോന്നുന്നു. ഇവിടെ ഇപ്പൊ ഞാനും ശ്യാമേട്ടനും മാത്രമേ ഉള്ളൂ. ആ ഭാഗ്യം, നിങ്ങളെങ്കിലും ഇവിടെ ഉണ്ടല്ലോ. അതെ, സുശീല റെഡിയാവുന്നല്ലേ പറഞ്ഞേ? അതെ. ആ അപ്പൊ ഇറങ്ങും മുമ്പ് സുശീലയെ കണ്ടെന്ന് സംസാരിച്ചിട്ട് പോകാം. ഇപ്പൊ അമ്മ കുഞ്ഞമ്മയെ കണ്ടാൽ എങ്ങനെ പ്രതികരിക്കുന്ന അറിയില്ല. അവള് പറയാനുള്ളത് പറയട്ടെ. ഞാനെന്തായാലും എപ്പോഴാണെങ്കിലും അത് കേട്ടല്ലേ പറ്റൂ. ആ വാ. ശരി കുഞ്ഞമ്മ ചെല്ല്, ഞാൻ ബാഗ് എടുത്തിട്ട് വരാം. ആ ഹർഷയാണല്ലോ. ഞാൻ എത്താറായെന്ന് അറിയാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും. ആ ഹലോ ഹർഷേ. ആന്റി, ആന്റി ഇതെവിടെയായിരുന്നു? ഞാൻ എത്ര നേരമായിട്ട് ആന്റിയെ വിളിച്ചോണ്ടിരിക്കെ. ആണോ? അയ്യോ ഞാൻ കണ്ടില്ല ഹർഷേ, കുളിക്കുകയായിരുന്നു. ആന്റി ഇറങ്ങിയില്ലല്ലോ. ആ ഇല്ല, ദേ ഞാൻ റെഡിയാവുന്നേ ഉള്ളൂ. ഇപ്പൊ തന്നെ ഇറങ്ങും. അത് വേണ്ട വേണ്ട ആന്റി, അത് പറയാനാ ഞാനിപ്പോ വിളിച്ചത്. വേണ്ടേ? അല്ല അതെന്താ? അല്ല ഞാൻ അങ്ങോട്ട് വരാമെന്നല്ലേ പറഞ്ഞത്? അത് പിന്നെ ആന്റി, ഞങ്ങള് രവിയേട്ടന്റെ വീട്ടിലേക്ക് പോവാ. ഇത്തവണത്തെ വിഷു അവിടെ ആഘോഷിക്കണമെന്ന് രവിയേട്ടന്റെ വാശി. ആ അതെന്ത് വർത്തമാനാ ഹർഷേ? എന്നിട്ട് ഇതിപ്പോഴാണോ വിളിച്ചു പറയുന്നേ? ഞാൻ എന്ത് ചെയ്യാനാ? രവിയേട്ടൻ പറയുന്നത് എനിക്ക് അനുസരിക്കാനല്ലേ പറ്റൂ. ഓ സാരമില്ല, ഞാൻ വന്ന് കുഞ്ഞുമേനോടെ നിന്നോളാം. എന്തായാലും ഇവിടെ ഇത്രയും ജാട പറഞ്ഞതുകൊണ്ട് ഇവിടെ ഇനി നിൽക്കാൻ പറ്റില്ല. അയ്യോ, കുഞ്ഞമ്മ പോയി ആന്റി. കുഞ്ഞുമ പോയോ? അവരോട് ഇനി വിളിച്ചിട്ട് വന്നാ മതിയെന്നാ പറഞ്ഞേക്കുന്നേ. അതുകൊണ്ട് ആന്റി തൽക്കാലം അവിടെ തന്നെ നിൽക്ക്. ഇത് വലിയ കഷ്ടായി പോയല്ലോ. നിന്നെ വിശ്വസിച്ച് ഓരോന്നും ചെയ്ത് എന്നെ പറഞ്ഞാ മതിയല്ലോ. ആന്റി, ആന്റി എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്ക്. രവിയേട്ടന്റെ വാശി അറിയാലോ. ഞാൻ എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഹർഷേ, നീ റെഡിയായില്ലേ? രവിയേട്ട റെഡിയാവുക. ഹർഷേ, നീ വേഗം ഇറങ്ങാൻ നോക്ക്. ഇപ്പൊ തന്നെ സമയം ഒരുപാട് ലേറ്റ് ആയി. ഇതാ വരുന്നു രവിയേട്ട, ഒരു ആ മിനിറ്റ്. വേഗം ആവട്ടെ.